നിങ്ങൾക്കും പ്രീമിയം സെഗ്മെൻറ്റുള്ളൊരു വാഹനം വാങ്ങിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനങ്ങൾ ഒരു 12 ലക്ഷം 13 ലക്ഷം റേഞ്ചിലുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫോക്സ് വാഗൻ വാങ്ങിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്. പ്രൊമേഷയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വോക്സ് വാഗൻ്റെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള ടൈഗൂണാണ്. അപ്പോൾ നോർമലി യൂട്യൂബിൽ ഈ പറയുന്ന പോലെ വോക്സ് വാഗൻ്റെ വെഹിക്കിൾസിൻ്റെ റിവ്യൂ പൊതുവേ കുറവായിരിക്കും. അതിന് ബേസിക്കലി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്സ് വാഗൻ കുറച്ചും കൂടെ പ്രീമിയം സെഗ്മെൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എക്കണോമിക് ടൈപ്പ് വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോക്സ് വാഗൻ അതുപോലെ സ്കോഡ പോലെ വണ്ടികൾക്ക് എപ്പോഴും വ്യൂസ് പൊതുവേ കുറവുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി അതിൻ്റെ ഒരു കോൺസെപ്റ്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. വോക്സ് വാഗൻ്റെ വാഹനങ്ങൾ ശരിക്കും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ വോക്സ് വാഗൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് കാർ എന്നാണ്. 1937 വോക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു കമ്പനി ജനിക്കുന്നത്. അതിന് പിന്നിലൊരു വലിയൊരു ചരിത്രമുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ലീഡറായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറ് വേണം എന്നുള്ളൊരു രീതിയിലാണ് വോക്സ് വാഗൻ്റെ ഒരു കാറ് ഡിസൈൻ ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ബീറ്റിൽ എന്ന് പറയുന്ന കാർ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ബീറ്റിലിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. 1937 മുതൽ 2019 വരെ ബീറ്റിലിന് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്താതെയാണ് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ വണ്ടി കൊണ്ടുവന്നത്. അതുപോലെ വോക്സ് വാഗൻ്റെ ഓരോ വാഹനങ്ങൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലെഗസി എന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മൾ തമാശയ്ക്ക് സിനിമയ്ക്കകത്തൊക്കെ പറഞ്ഞ വാപ്പച്ചിയുടെ ലെഗസി എന്ന് പറയുന്ന പോലെ തന്നെ വാഹനങ്ങൾക്കൊരു പൈതൃകമുള്ളൊരു കമ്പനിയാണ്. കാരണം പോളോ എടുത്ത് നോക്കിയാലും നമ്മൾ ഇന്ത്യയിലേക്ക് 2010 പോളോ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് വിദേശ രാജ്യങ്ങളിലുണ്ട്. പോളോ ഈ ഒരു അടുത്ത കാലം വരെയും വളരെ സെല്ലിംഗ് ഫിഗേഴ്സ്, അത് വോക്സ് വാഗൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഫിഗേഴ്സ് ഉള്ളൊരു വാഹനമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ വോക്സ് വാഗൻ്റെ പോളോ വളരെ ലിമിറ്റഡ് നമ്പേഴ്സിൽ മാത്രമേ കിട്ടാനുള്ളൂ. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഫിഗേഴ്സിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ടൈഗൂണാണ്. അപ്പോൾ ഈ ടൈഗൂണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈഗൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 സീറ്ററായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് SUV ആയിട്ടാണ് വാഹനം വരുന്നത്. കുറച്ചും കൂടെ സൈസ് വരുന്നത്. കാരണം ഇന്ത്യൻ മാർക്കറ്റുകളുടെ ഒരു രീതി കംപ്ലീറ്റ് നോക്കുമ്പോൾ നേരത്തെ സെഡാനായിരുന്നു ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് എല്ലാവർക്കും SUV എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകാനാണ് ഇഷ്ടം. കുറച്ചും കൂടെ നമുക്കൊരു റോഡിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ആഢ്യത്വം കിട്ടത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ റോഡിൽ കുറച്ചുകൂടെ പ്രസൻസ് കിട്ടത്തക്ക രീതിയിലുള്ള വലിയ വാഹനങ്ങളിലേക്ക് ആൾക്കാർ ചിന്തിക്കുകയാണ്. അപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാ കമ്പനികളും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വോക്സ് വാഗനെ സംബന്ധിച്ച് നോക്കുമ്പം ഈ പറയുന്ന ചേഞ്ചസ് വളരെ ഡ്രാസ്റ്റിക് അല്ല, പക്ഷേ വളരെ പതുക്കെയാണ് അവർ ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചേഞ്ചസ് കൊണ്ടുവന്നില്ലെങ്കിലും വോക്സ് വാഗൻ എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിളായിട്ട് കണക്ക് കൂട്ടുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിൻ്റെ വ്യൂസ് പൊതുവേ അല്ലെങ്കിൽ ആൾക്കാർ യൂട്യൂബ് റിവ്യൂസ് പൊതുവേ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രീമിയം ക്ലാസ് ആൾക്കാർക്ക് മാത്രം പറ്റുന്നൊരു വാഹനമാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കൂടുതൽ യൂട്യൂബ് വ്യൂസ് കണ്ട് വണ്ടി എടുക്കാറില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള രീതിയിലാണ് വോക്സ് വാഗൻ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം 10.99 ലക്ഷം രൂപയ്ക്ക് വോക്സ് വാഗൻ്റെ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. അല്ല, എക്സ്ഷോറൂം പ്രൈസാണ് പറയുന്നത്. അങ്ങനെ സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് എത്രയോ വാഹനങ്ങൾ നമ്മൾ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും വോക്സ് വാഗനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് നമുക്കത് വോക്സ് വാഗൻ്റെ ഓണേഴ്സിന് അത് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒരു ബ്രാൻഡാണ്. കാരണം ഒരു ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ ജർമ്മൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡിന് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ വോക്സ് വാഗൻ്റെ കമ്പനിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന പോലെ ലംബോർഗിനി ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ വരുന്നത്. കാരണം വെച്ചാൽ അവരൊരു ഒരു തറവാട് എന്ന് പറയുന്നത് വോക്സ് വാഗൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ വോക്സ് വാഗൻ്റെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണക്കാരനും കൂടെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഈ ഒരു ടൈഗൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈഗൂണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. വോക്സ് വാഗൻ്റെ ടൈഗൂൺ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് കിട്ടുന്നത്. പെട്രോളാണ് വരുന്നത്. 1 ലിറ്ററിൻ്റെ എഞ്ചിനും ഉണ്ട്, 1.5 ലിറ്ററും ഉണ്ട്. അതുപോലെ തന്നെ 5 വേരിയൻസിലേക്കാണ് വാഹനം കിട്ടുന്നത്. അതായത് 2 ടൈപ്പ് ഓഫ് ഇതാണ്. അതായത് പെർഫോമൻസ് ടൈപ്പ് വരുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടാണ് വരുന്നത്. അതല്ലാതെ ഒരു ഡൈനാമിക് റേഞ്ചിലുള്ള, അതായത് നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന, നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാ വാഹനങ്ങളും വാങ്ങിക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ എക്കണോമിക് സെഗ്മെൻ്റ് ആണ് ഈ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഡൈനാമിക് ലൈനിലേക്ക് വരുവാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് വണ്ടികളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് പറയുന്നത് കംഫോർട്ട് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസ് മോഡലായിട്ട് വരുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്നത് ഹൈലൈൻ എന്നാണ്. പിന്നെ ഏറ്റവും ടോപ്പായിട്ട് വരുന്നത്, ആ സെഗ്മെൻറ്റിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് പറഞ്ഞാൽ ടോപ്പ് ലൈനുള്ള വെഹിക്കിളാണ്. ഇത് കൂടാതെ 2 പെർഫോമൻസ് വണ്ടികളുമുണ്ട്. അത് GT ആണ്. അപ്പോൾ നമുക്കറിയാം GT എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടൂറിസ്മോ എന്നാണ് വരുന്നത്. GT തന്നെ GT പ്ലസ്സും ഉണ്ട്,
GT ഉണ്ട്, GT പ്ലസും ഉണ്ട്. അപ്പോൾ അങ്ങനെ 5 വേരിയൻസിലാണ് വാഹനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനാമിക് റേഞ്ചിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള വണ്ടിയാണ്. ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കാരണം ജർമ്മൻ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എടുത്തറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പിലത്തെ കാഴ്ചയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അതൊരു ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ്. ഞാൻ ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതുപോലെ നമുക്ക് സൺറൂഫ് കാണാം. ടോപ്പ് എൻഡ് വേരിയൻസിൽ സൺറൂഫ് വരുന്നുണ്ട്, ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പെർഫോമൻസ് ലെവൽ വാഹനങ്ങളിലാണ് വരുന്നത്, ഏറ്റവും ടോപ്പ് എൻഡിലാണ് വരുന്നത്. വിൻഷീൽഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വൈപ്പേഴ്സ് കാണാനായിട്ട് പറ്റും. അത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണെന്നുള്ള പ്രത്യേകത. വൈപ്പേഴ്സും നല്ല ഒരു പ്രീമിയം ടൈപ്പ് ഡിസൈനിലാണ് വൈപ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബോണറ്റ്സിലേക്ക് വരുവാണെന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു കട്ടിംഗ് എഡ്ജ് ഡിസൈനാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കട്ടുകളെല്ലാം ഷാർപ്പായിട്ടുള്ള കട്ട്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിലേക്ക് ആ ഡിസൈൻ വളരെയായിട്ട് ഇടുന്നിരിക്കും. പിന്നെ ചിസൽഡ് ആയിട്ടൊരു ഡിസൈൻ എന്നാണ് ഇവർ വോക്സ് വാഗൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ചിസൽഡ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, എയറോഡൈനാമിക്സിന് വേണ്ടി ഇങ്ങനെ ചില കട്ടുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഷാർപ്പറായിട്ടുള്ള കട്ട്സാണ്, കുറച്ച് സ്മൂത്തറിനേക്കാളും കൂടുതൽ ഷാർപ്പറായിട്ടുള്ള കട്ട്സാണ്. അപ്പം ഇപ്പോൾ വരുന്ന വോക്സ് വാഗൻ്റെ വെഹിക്കിൾസിൽ നമ്മൾ കംപ്ലീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കട്ട്സ് എല്ലാം ഇതേപോലെ ഉള്ള ഒരു കട്ടിംഗ് എഡ്ജ് ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വോക്സ് വാഗൻ്റെ ആ ലോഗോ കാണാം. VW എന്നാണ്. വി എന്ന് പറഞ്ഞാൽ വോക്സ്, W എന്ന് പറഞ്ഞാൽ വാഗൺ, V എന്ന് പറഞ്ഞാൽ പീപ്പിൾ, വോക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിളും, വാഗൺ എന്ന് പറഞ്ഞാൽ കാറും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം പുതിയൊരു ലോഗോയാണ്. നേരത്തെ ഒരു 3D ടൈപ്പ് ലോഗോ ആണെങ്കിൽ ഇപ്പോൾ ഒരു 2D ടൈപ്പ് ലോഗോയാണ് വരുന്നത്. പിന്നെ ഒരു 3 ലെയറിലുള്ള ഒരു ക്രോമിയത്തിൻ്റെ ഒരു പ്ലേറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ വരുന്നത്. നല്ല ഒരു ഗ്രില്ല് ഭയങ്കര ഭംഗിയായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു ക്രോമിയം എലമെൻറ്റ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആ പ്രീമിയംനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി. തൊട്ട് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബമ്പറിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പറയുന്നത് ഇവിടെ ഒരു ക്രോമിയത്തിലുള്ള ഒരു വിങ്സും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടുള്ള വിങ്സാണ്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്ക് എയർ ഡാമും കാര്യങ്ങളും നമുക്ക് കാണാം. അതിന് ശേഷം നമുക്ക് സ്കിഡ് പ്ലേറ്റുകളും ഒരു സിൽവർ കളറിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വോക്സ് വാഗൻ്റെ ലൈറ്റ്സിന് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. വളരെ ഭംഗിയുള്ള LED ഹെഡ് ലാംപ്സ് ആണ്. മുകളിൽ ഇവിടെ DRലും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ലൈറ്റ്സിൻ്റെ താഴെ, ഇത് 2 ചേമ്പറിലാണ് ലൈറ്റ്സ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ വണ്ടിയുടെ DRലിനകത്ത് തന്നെയായിരിക്കും കൂടുതലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് കാണുന്നത്. പക്ഷേ ഈ വാഹനത്തിനകത്ത് DRL അതിപ്പോൾ ഏത് സമയത്തും അത് കത്തി നിൽക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചേമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ റോഡിൽ ഭയങ്കര രസമായിരിക്കും. കാരണം ടേൺ എടുക്കുന്ന സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് അവിടെ എപ്പോഴും കാണുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കോൺട്രിങ് ലാംപ്സ് കാണാനായിട്ട് പറ്റും. അത് സ്റ്റാറ്റിക് കോൺട്രിങ് ലാംപ്സ് ആണ്. നമ്മൾ ഏത് വശത്തേക്കാണ് വണ്ടി തിരിയുന്നത് ആ സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ്സ് തിരിയും. ആ ഏരിയ കുറച്ചുകൂടെ ലിറ്റപ്പ് ചെയ്ത് നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി പൊതുവെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അസാധ്യ ലുക്കാണ്, വളരെ ക്ലാസി ആയിട്ടുള്ള ലുക്കാണ്. അപ്പം ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്സ് വാഗൻ്റെ വാഹനങ്ങൾ പൊതുവെ ആൾക്കാർ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു സർവീസ് കോസ്റ്റ് എപ്പോഴും കൂടുതലാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കിലോമീറ്ററിന് 37 പൈസ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. അതെല്ലാ വേരിയൻസിനും അല്ല. ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള നമ്മൾ രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് വരുമ്പം 4 വർഷത്തെ സർവീസ് ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. ആ ഒരു പാക്കേജ് ഇതിന് ഇവിടെ അഡീഷണലി കൊടുക്കുന്നുണ്ട്. അതായത് 60,000 കിലോമീറ്റർ വരെയുള്ള സർവീസ് ഫ്രീ ആണ്. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ലൈൻ വാഹനം നമ്മൾ ഏകദേശം 15,30,000 രൂപയോളം വില വരുന്ന വാഹനം മേടിച്ച് കഴിഞ്ഞാൽ 4 വർഷത്തേക്ക് ഒന്നും പേടിക്കേണ്ട എന്നുള്ളതാണ്. ഒരു പ്രീമിയം വണ്ടി നമ്മുടെ കയ്യിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ സൈഡിലെ കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ വരുവാണെങ്കിൽ വാഹനത്തിൻ്റെ ഒരു സൈസൊക്കെ നമുക്ക് നോക്കാം. 4221 മില്ലിമീറ്ററാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൽ നിന്ന് വണ്ടി കുറച്ചുകൂടെ ബാക്കിലേക്ക് നിന്ന് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്രെയിമിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വാഹനം അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വാഹനമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 1760 മില്ലിമീറ്ററും ഹൈറ്റ് 1612 മില്ലിമീറ്ററും വീൽ ബേസ് 2651 അത്യാവശ്യം നല്ല വീൽ ബേസ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇടം നമുക്കവിടെ കിട്ടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 188 അത് മാത്രമാണ് ഞാൻ നോക്കിയിട്ടൊരു ചെറിയൊരു കുറവെന്ന് പറയുന്നത്. പക്ഷേ ഈ വണ്ടിയൊക്കെ നമുക്ക് ഹൈ സ്പീഡ്, അതായത് കുറച്ചുകൂടെ എയറോഡൈനാമിക്കൽ ഡിസൈനൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വേഗത്തിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണ്, ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ള വാഹനങ്ങളാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഡിസൈൻസൊക്കെ എപ്പോഴും അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം വണ്ടിയുടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്റ്റെബിലിറ്റി
വിസിബിലിറ്റി പൊതുവെ കുറയുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അലോയ് വീൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 5 സ്പോക്ക് അലോയ് വീലാണ് കാണുന്നത്. മനോഹരമായിട്ടുള്ള അലോയ് വീൽസാണ്. 17 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് വരുന്നത്. MRFൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ആണെങ്കിൽ ഒരു വീലിൻ്റെ ക്ലാഡിങ് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് കളറുള്ള ക്ലാഡിങ് ഈ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ക്ലാഡിങ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മിറേഴ്സ് കാണാനായിട്ട് പറ്റും. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുകൊണ്ടൊരു പ്രത്യേകത, ORVMന് 5 പീസിലാണ് വരുന്നത്. അപ്പം നമുക്ക് സാധാരണ ഒരു ഹിറ്റ്, കാരണം എപ്പോഴും തട്ടാൻ പ്രോണായിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം വണ്ടി വളവ് തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഇടിച്ച് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസസ് കൂടുതലൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 പീസ് ആയതുകൊണ്ട് ഒരുമിച്ച് ഫുൾ സെറ്റ് മാറേണ്ട വരുന്നില്ല എന്നൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ താഴെയാണെങ്കിൽ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതും ഒരു പ്രത്യേകതയാണ്. അപ്പം നമുക്ക് വാഹനം 5 കളറിലാണ് കിട്ടുന്നത്. ഇതൊരു ചെറിയ റെഡ് പോലൊരു കളർ, നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു മെറൂണും റെഡും ഒക്കെ ഫിനിഷ് ചെയ്യുന്ന നല്ലൊരു കളറാണ്. നല്ല രസമുണ്ട് ആ ഒരു കളർ കാണാനായിട്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ കട്ടുകൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബോഡി നല്ല സ്ട്രോങ് ബോഡിയാണ്. വോക്സ് വാഗൻ്റെ ബോഡി എപ്പോഴും സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റീലാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പില്ലർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വീതി കുറവാണ്. സാധാരണ ചില വണ്ടികളുടെ പില്ലറിൻ്റെ ഭയങ്കര സൈസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലൈൻഡ് സ്പോട്ട് ആയിരിക്കും. കാരണം അത്ര ഏരിയ നമുക്ക് വിസിബിലിറ്റി മറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ട് പില്ലർ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിക്ക വണ്ടികളുടെയും ഈ ഒരു പോർഷൻ മുതൽ ബാക്ക് വരെ ബ്ലാക്ക് ക്ലാഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ വോക്സ് വാഗൻ്റെ വണ്ടികളിൽ പൊതുവേ അങ്ങനത്തെ ക്ലാഡിങ്സ് കാണാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സാധാരണ വാഹനങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത്, സ്പോട്ട് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാം ആ ഒരു റഫ്നെസ് വരുന്നതുകൊണ്ട് വേറൊരു ക്ലാഡിങ് കൊണ്ട് അവർ മറക്കുകയാണ് ചെയ്യുന്നത്. വോക്സ് വാഗനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലേസറായിട്ട് ഉള്ളൊരു വെൽഡിംഗ് ആണ്. 2 വശത്തുനിന്ന് ഒരുമിച്ച് വെൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എന്താ പറയുക സ്മൂത്തറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ഇറങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ചെയ്യത്തില്ല. ഒറ്റ പീസിലാണ് വരുന്നത്. ആ ഒരു ഷെല്ല് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും. ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിൽസാണ്. 50 കിലോ സാധനങ്ങൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂഫ് റെയിലാണ്. അതുപോലെ സൈഡ്സിലൊക്കെ ആണെങ്കിലും ഭയങ്കര നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഇവിടെ കീലെസ് എൻട്രി വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കാണാൻ പറ്റും. അവിടെ ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു പ്രീമിയംനെസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. അപ്പം ഡിസ്ക് ബ്രേക്കുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഈ ഒരു വാഹനത്തിലാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക് വൈപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മഴയുള്ള സമയത്തൊക്കെ ചെളിയൊക്കെ പിടിച്ച് ഡിസ്ക് ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്തൊക്കെ ഈ ഡിസ്ക് വൈപ്പിംഗ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ വണ്ടിക്ക് ഒരു എഫിഷ്യൻസി കൂടി നിൽക്കുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പുറകിൽ ടിസ്റ്റ് ബി മാക്സിലാണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിനി ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഒരു ജാഡ ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ചെയ്തൊക്കെയാണ് ലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പം കമ്പനി തന്നെ ഏകദേശം ബ്ലാക്ക് ആൻഡ് ചെയ്ത പോലെ ഒരു ഡിസൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെയിലൈറ്റ്സിന് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇതൊരു ഇൻഫിനിറ്റി ടൈൽ ലാംപ്സ്, സി ഷേപ്പിലുള്ള ഇൻഫിനിറ്റി ടൈൽ ലാംപ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു വശത്തു നിന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ അത് പോകും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ കാറുകളിൽ ഇതിൻ്റെ ഇൻഫിനിറ്റി കാണിക്കാറുണ്ടെങ്കിലും ആ ലൈറ്റ്സ് കത്താറില്ല. പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ്സ് ഇങ്ങനെ അറ്റം മുതൽ അങ്ങേറ്റം വരെ കത്ത് നിൽക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഇൻഫിനിറ്റി എന്നാണ് ഇവർ പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിലാണ് ഒരു ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തൊരിക്കുന്ന ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു പ്രീമിയംനെസ്സും അല്ലെങ്കിൽ ഒരു സ്പോർട്ടിനെസ്സും നമുക്ക് വല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ടോപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. തൊട്ട് താഴത്ത് തന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീഫോഗർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വൈപ്പർ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വോക്സ് വാഗൻ്റെ ലോഗോ നമുക്കറിയാം, പുതിയ ചേഞ്ച് വന്ന ആ 2D ലോഗോ ആണ് വരുന്നത്. അത് കുറച്ചുകൂടെ ചെറുതാണ് ഫ്രണ്ടിനേക്കാളും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്യൂട്ടറാണെന്ന് നമുക്ക് പറയാം. ഇവിടെ ടാഗുഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, വാഹനത്തിൻ്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ TSI എഞ്ചിനാണ് വരുന്നത്. അപ്പം ഇതൊരു 1 ലിറ്ററിൻ്റെ വണ്ടിയാണ് വരുന്നത്. 1 ലിറ്ററിൻ്റെ ഒരു TSI എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്തേക്ക് വരാം. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്കൊരു ക്യാമറ, ഇവിടെ വണ്ടിയുടെ റിവേഴ്സ് സെൻസേഴ്സും ഉണ്ട്. അതുപോലെ ക്യാമറ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ബാക്കിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ബമ്പറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ഒരു ക്രോമിയം പ്ലേറ്റിംഗ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാം. ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു എക്സോസ്റ്റിൻ്റെ 2 പോർഷൻ കാണാം. ആ ഒരു ഷേപ്പ് ഉണ്ട്, പക്ഷേ അത് ഫേക്കാണ്. ഏറ്റവും താഴെയാണ് വരുന്നത്. പക്ഷേ വണ്ടിയുടെ ഒരു ആഡഡ് ബ്യൂട്ടിക്കും അത്രയും കാര്യങ്ങൾ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടൊക്കെ പിടിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു ഡോറ് പിടിക്കുമ്പോൾ, ടെയിൽ ഗേറ്റ് പിടിക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുന്നത് ബോഡി ഒരു സ്ട്രെങ്ത് ഉള്ളൊരു വെഹിക്കിളാണ്.
അപ്പോൾ നമ്മൾ ബൂട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ 388 ലിറ്ററാണ്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ടയേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു 1 ഇഞ്ച് കുറവുള്ള ടയറാണ്. അപ്പോൾ 16 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി ടയർ റെഡിയാക്കിക്കോണം. ഓക്കെ, അതാണ് അവർ പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു 388 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് സീറ്റ്സ് 60/40 ഫോൾഡ് ചെയ്യാം. സീറ്റ്സ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസിലേക്ക് പോകുന്നത് കാണാം. പിന്നെ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മൻ പ്ലാസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വാഹനത്തിനകത്ത് കയറുമ്പോൾ ഞാനത് പറയാം. ഈ പ്ലാസ്റ്റിക്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് പ്രൂഫാണ്, ഭയങ്കര ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജർമ്മൻ വാഹനങ്ങളുടെ ഇൻറ്റീരിയേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത്രയും പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ബൂട്ട് സ്പേസ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ട്രാവലിന് വേണ്ടുന്ന എല്ലാ സ്പേസസും എല്ലാം നമുക്ക് കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇനി മടക്കി കഴിഞ്ഞാൽ ഒരു 1400ഓളം 1405 ലിറ്ററോളം ഉള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം വാഹനത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ക്ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാനായിട്ട് ഒരു 3 കിലോ വരെ തൂക്കിയിടാമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ തന്നെ ഒരു ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ ബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇവിടെ ചെറിയൊരു ടാഗ് പോലത്തെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു വണ്ടിയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ സ്വിച്ചൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഹൈറ്റ് കുറവുള്ളവർക്കും വലിച്ചടയ്ക്കാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്കൊന്ന് അടച്ചു നോക്കാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. വാഹനത്തിൻ്റെ അകത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വോക്സ് വാഗൻ്റെ കാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘദൂരം ഇരുന്ന് ഓടിച്ചാലും മടുക്കാത്ത വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവേഴ്സ് ചോയ്സ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ ഡ്രൈവർ സീറ്റും അതിൻ്റെ പൊസിഷനും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ല ബലവത്തായിട്ടുള്ള ഡോറുകളാണ്. അപ്പോൾ ഡോറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു വാഹനത്തിനും ക്വാളിറ്റി നമുക്ക് അതിൻ്റെ ഡോറുകളിലൊക്കെ അറിയാനായിട്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതായത് സൈഡിൽ നിന്നൊക്കെ വന്ന് ഇടിച്ചാലും ഇതിനകത്ത് ക്രോസ് ബാർസ് ഉണ്ട്, ഈ സൈഡിലെ ക്രോസ് ബാർസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് ഇമ്പാക്റ്റിനെ പ്രതിരോധിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ വാഹനത്തിനകത്തുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു 5 സീറ്റർ വെഹിക്കിളായിട്ട് പോലും 6 എയർ ബാഗ് കൊടുത്തിരിക്കുന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ അതിനെ കാത്തു സൂക്ഷിക്കാൻ പാകത്തിലുള്ളൊരു വെഹിക്കിളാണ് വോക്സ് വാഗൻ്റെ ടൈഗൂൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ ട്രിംസൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പെൻഗ്വിൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ട് ഇവിടെ ഒരു വൈറ്റ് കളറും ഇവിടെ ഒരു ബ്ലാക്ക് കളറുമാണ്. നമ്മൾ ഈ കൈയൊക്കെ വെക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊരു ലെതർ ഭാഗവും ബാക്കിയുള്ളത് ക്വാളിറ്റിയുള്ള ജർമ്മൻ പ്ലാസ്റ്റിക്കാണ്. അതായത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത് സാധാരണ വണ്ടികൾ വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വാഹനത്തിൽ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സ്മെല്ല് വരത്തില്ല, കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഡോറ് നമുക്ക് 3 സ്റ്റെപ്പിലാണ് നമുക്ക് ഓപ്പൺ ആക്കാൻ വരുന്നത്. ഇതൊരു സ്റ്റെപ്പാണ്, ഉണ്ട് ഇങ്ങനെ 3 സ്റ്റെപ്പിലാണ് വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മളൊരു കയറ്റത്ത് വണ്ടി നിർത്തിയെന്ന് പറഞ്ഞാൽ ഡോർ ഇങ്ങനെ താഴോട്ട് അടഞ്ഞ് വരത്തില്ല, അത് അങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ, കാരണം ഒരു ഡ്രൈവറിനെ സംബന്ധിച്ചുള്ള സീറ്റിംഗ് പൊസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ അതിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര പ്രത്യേകതയായിരിക്കണം. കാരണം ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ലെതറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. അതും 2 കളറിലാണ് വരുന്നത്. ഫ്രണ്ടിലെ സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണെന്നുള്ള പ്രത്യേകത. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ ഡിക്ലൈനും റിക്ലൈനും ചെയ്യാൻ പറ്റും. ഹെഡ് റെസ്റ്റുകൾ വണ്ടിയുടെ നല്ല പ്രീമിയം ക്വാളിറ്റി ലെതറുള്ള ഒരു ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് അകത്തിൽ നിന്ന് കുറച്ചും കൂടെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ വോക്സ് വാഗൻ്റെ ടൈഗൂണിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളിരിക്കുന്നത്. ഞാൻ എപ്പോഴും വോക്സ് വാഗൻ ആക്ച്വലി ഫോക്സ് വാഗൻ എന്നാണ് പറയേണ്ടത്. പക്ഷേ നമ്മൾ ഈ മലയാളികൾ ഇങ്ങനെ എഴുതുന്നത് അതുപോലെ വായിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടെലസ്കോപ്പിക് ആണ്, ടിൽറ്റബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ്. നമുക്കിവിടെ അതിന് ഹൈറ്റ് കൂട്ടുകയും അതുപോലെ ടെലസ്കോപ്പിക്കലി വലിക്കാനൊക്കെ പറ്റും. നമ്മുടെ ഒരു സീറ്റ് പൊസിഷൻ റൈഡിംഗ് കംഫോർട്ടിനനുസരിച്ച് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബോട്ടം ഡി കട്ടാണ് സ്റ്റിയറിംഗ് വീൽസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും, ലെഫ്റ്റും റൈറ്റും. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരികയാണ് വോയിസ് കമാൻഡ് അസിസ്റ്റുകളും അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ്സ് ഫ്രീ അസിസ്റ്റുകളൊക്കെ അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വോക്സ് വാഗൻ്റെ ഒരു ലോഗോ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇപ്പം വോക്സ് വാഗൻ്റെ ഏറ്റവും ഒരു നിരാശപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹോണിൻ്റെ, കാരണം വോക്സ് വാഗൻ്റെ ഹോൺ ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഹോൺ മാറി ഇപ്പം നോർമലായിട്ടുള്ള ഹോണിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വോക്സ് വാഗൻ്റെ കമ്പനി അടുത്ത പ്രാവശ്യം വണ്ടികൾ ഇറക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പരാതികൾ പരിഗണിച്ചുകൊണ്ട് പഴയ ഹോൺ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് നമുക്കിവിടെ നമുക്ക് വൈപ്പേഴ്സിൻ്റെ അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ ഉടക്കുന്നത് ഈ 10.25 ഇഞ്ചിൻ്റെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ആ ഡിസ്പ്ലേ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഫോൺ വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ടയറിൻ്റെ പ്രഷറും
TPMS ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിനകത്തുള്ള ഫംഗ്ഷനാലിറ്റികളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലസ്റ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നെങ്കിൽ ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഫുള്ളായിട്ടൊരു സ്ക്രീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നടുക്കൊരു 8 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ, 2 സൈഡിലും LED ഡിസ്പ്ലേസാണ് വാഹനത്തിന് വരുന്നത്. അപ്പം ഇതിനകത്തും നമുക്ക് എല്ലാം ഡിജിറ്റലിയാണ് ആ ക്ലസ്റ്റർ കംപ്ലീറ്റ് വരുന്നത്. അതിനകത്തൊരു ഫോക്സ് വാഗൻ്റെ ഒരു കോക്പിറ്റ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഈ വാഹനത്തിൻ്റെ. അതുപോലെ നമുക്ക് 2 ആംബിയൻ ലൈറ്റിങ്സ് ഉണ്ട്, അതുപോലെ റെഡും അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സുമാണ് ഇൻറ്റീരിയറിൽ വരുന്നത്. അതും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മഴവിൽ കളറുകളല്ല എന്ന് വേണം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്നെസ്, ഒരു പ്രീമിയംനെസ് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലാസ്റ്റിക്സിൻ്റെ കാര്യം ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഉള്ള പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പ്രത്യേക പാറ്റേണും ഡിസൈനിലാണ് ആ പ്ലാസ്റ്റിക്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ട്രയാങ്കുലറോ നക്ഷത്രമോ അങ്ങനെ എന്തൊക്കെയോ ഒരു സിമ്പിൾസാണ് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എയർവെൻസ് നമുക്കിവിടെ കാണാം, AC-യുടെ വെൻറ്റുകൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒക്കെ എന്താ പറയുക 4 വെൻറ്റുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. തൊട്ട് താഴെയായിട്ട് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടച്ച് പോലുള്ള സ്വിച്ചസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാഹനത്തിനകത്തൊരു എയർ കെയർ ഉണ്ട്, വാഹനത്തിൻ്റെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. വോക്സ് വാഗൻ്റെ താക്കോലുകൾ നമുക്ക് നോർമലി വോക്സ് വാഹനങ്ങളിൽ വരുന്ന താക്കോല് തന്നെയാണ്, ആ ഒരു പക്ക പ്രീമിയം ആയിട്ടുള്ള താക്കോലുകൾ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ C-type 2 USB ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ട്. വാഹനത്തിൻ്റെ ഇഗ്നീഷൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ദാണ്ട് ഗിയർ ലിവറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ്. അതൊരു പ്രത്യേകതയാണ്. സാധാരണ വാഹനങ്ങളൊക്കെ നമ്മൾ തപ്പി നടക്കേണ്ടി വരും കൈകൊണ്ട്, ഇത് എവിടെയാണ് ഈ പണ്ടാരം എന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടായിരിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ ഗിയറിൻ്റെ നോബ് വളരെ മനോഹരമായിട്ടുള്ള 2 കളറിലുള്ള നോബ്സാണ്, 2 അല്ല 3 കളറിലുള്ള നോബ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഈ വാഹനത്തിനകത്ത് മെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്, 1 ലിറ്റർ എഞ്ചിനാണ്, ടർബോ എഞ്ചിനാണ്. വളരെ പവർഫുള്ളും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് പൊതുവെ വരുന്നത്. ഇതുപോലെ ഈ വശങ്ങളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് തള്ളി വെക്കാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ ചെറിയ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡ്രിങ്ക്സോ എന്തെങ്കിലും വെക്കാനായിട്ടുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറുതായിട്ടുള്ളൊരു പൗച്ചുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് ഫോൺ ഇങ്ങനെ കുത്തി നിർത്താനുള്ളൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ പാർക്ക് ബ്രേക്ക് നമുക്ക് കാണാം. സീറ്റ്സ് അത്യാവശ്യം നല്ല സീറ്റ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബോൾസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മളെ കറക്റ്റായിട്ട് രീതിയിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് വെന്റിലേറ്റഡ് ആയിട്ട് സീറ്റ്സ് വരുന്നതുകൊണ്ട് പുറം വേർക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വാഹനത്തിന് വരുന്നില്ല. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പുറകിലേക്ക് വരുന്ന റിയർ വ്യൂ മിറർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതെനിക്ക് തോന്നുന്നത് ഇതിനെ കണ്ടിട്ട് വേറെ സ്വിച്ചുകളൊന്നും കണ്ടില്ലാത്തതുകൊണ്ട് അതൊരു ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ്. ഡേലൈറ്റ് കറക്റ്റായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ റൂഫിലേക്ക് വരുവാണെങ്കിൽ സൺ വൈസേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ വാനിറ്റി മിറർ ഉണ്ട്. ഈ വശത്ത് വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ടിക്കറ്റ്സ് മാത്രം വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഏരിയ കാണുന്നുണ്ട്. സാധാരണ അവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡറാണ് വരുന്നത്, പക്ഷേ അത് എന്തോ ഈ വേരിയൻ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു സ്പേസ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് ലാംപ്സ് കാണാനായിട്ട് പറ്റും. 2 ലാംപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൺ റൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് മാനുവലി നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരക്കേടില്ലാത്ത ഒരു സൺറൂഫ് നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാൽ അതൊരു ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളൊരു സാധനം ആയതുകൊണ്ട് കാരണവന്മാർ അത് മേടിച്ച് വെക്കാറുണ്ട്. അടുത്തായിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്നല്ല, സുപ്പീരിയർ ക്വാളിറ്റി തന്നെയാണ്. നേരത്തെ പറഞ്ഞാൽ ഏത് വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു കിടിലൻ ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തൊക്കെയാണ് തണുപ്പിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ തണുപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്സും അതിനകത്തുണ്ട് എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാലുള്ളത്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു വാലെ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ലോക്ക് ചെയ്യാം. വേറെ ആർക്കും നമ്മുടെ ഒരു ഡ്രൈവിംഗ് ബിഹേവിയറോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ പാകത്തിലല്ല. കാരണം നമ്മൾ വാലെ പാർക്കിംഗ് കൊടുക്കുമ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി, നമ്മുടെ പ്രിഫറൻസസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വോക്സ് വാഗൺ ടൈഗോണിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയാനായിട്ട് ബാക്ക് സീറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോർ കുറച്ചുകൂടെ വൈഡ് ഓപ്പൺ ആണ്. സാധാരണ ടാറ്റയുടെ വെഹിക്കിൾസിലാണ് നമ്മളിത് കാണാറുള്ളത് ഫുള്ള് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാം. ഇതൊരു 90 ഡിഗ്രി വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ പ്രായമുള്ളവരൊക്കെ നമുക്ക് എടുത്തൊക്കെ വണ്ടിയിലേക്ക് ഇരുത്തണമെങ്കിലും ഒക്കെ ഭയങ്കര ഈസിയാണ്. അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നാലും
ഇത്ര വൈഡ് ഓപ്പൺ ഡോർ ആയതുകൊണ്ട് ഈസി എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ബാക്ക് റോയിലാണ്. ബാക്ക് റോയിൽ ഇരിക്കുമ്പോൾ ഈ സീറ്റ്സ് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളില്ലാത്ത സമയത്ത് ഭയങ്കര ലെഗ് സ്പേസിൽ നമുക്ക് വാഹനത്തിൽ നമുക്ക് കിട്ടും. ഇനി കറക്റ്റ് നോർമൽ, അതായത് നമ്മൾ സാധാരണ പില്ലറാണ് കറക്റ്റായിട്ട് വാഹനത്തിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ബാക്കിലെ റോയിലിരിക്കുമ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോൾ സീറ്റ്സ് കുറച്ചുകൂടെ ബാക്കിലേക്ക്, ഇത്രയും പൊസിഷൻ ബാക്കിലേക്ക് ഇട്ടാൽ പോലും നല്ലൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതൊക്കെ ഉണ്ടോ, ഒരു സെൻട്രൽ ടണലിൻ്റെ ആ ഒരു പില്ലറിൻ്റെ ബാക്കിലായിട്ട് തന്നെ AC-യുടെ വെൻസ് ഉണ്ട്. ഇവിടെയും ഒരു 2 USB-യുടെ പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ ഒരു ഫ്ലാറ്റ്, ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ബോട്ടം എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ബോട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത്യാവശ്യം ചെറിയൊരു പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ വെക്കാനായിട്ടുള്ള ഒരു പൗച്ച് കൊടുക്കാമായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സീറ്റിൻ്റെ പുറകിലിടാം. അപ്പോൾ സീറ്റിൻ്റെ പുറകിലും ഫയൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തം 6 എയർ ബാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, നമുക്ക് ഫ്രണ്ടിൽ എയർ ബാഗ്സ് ഉണ്ട്, ഈ 2 സൈഡിൽ എയർ ബാഗ്സ് ഉണ്ട്. ഈ സീറ്റ്സിൻ്റെ ബാക്കിൽ നിന്നും എയർ ബാഗ് ഡിപ്ലോയ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങാനും ഒരു ഗതികെട്ട ഇടിച്ചാലും ചത്തുപോകാതെ രക്ഷപ്പെടാനുള്ള വകുപ്പൊക്കെ വോക്സ് വാഗൻ ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ്. ബാക്ക് സീറ്റ്സ് ഭയങ്കര കംഫർട്ടബിളാണ്. 3 പേർക്ക് ഇരിക്കാം, 2 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ടിരിക്കാം. ഇനിയിപ്പോൾ 2 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ വെച്ച് സുഖിച്ചിരിക്കാം. അതുപോലെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 3 എണ്ണത്തിന് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. ഈ ഒരു ഏരിയ ഇച്ചിരി താന്ന് വരുന്നുണ്ട്. അവിടെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺറൂഫിൻ്റെ ആ ഡോർ അകത്തേക്ക് കയറാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 5.6 ആണ്, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റൂമും വാഹനത്തിനുണ്ട്. പിന്നെ അകത്തുനിന്നുള്ള ഒരു സിറ്റിങ്ങും അല്ലെങ്കിൽ ഒരു കാഴ്ചയെന്ന് പറയുന്നത് കിഡുവാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്കൊരു പ്രീമിയംനെസ് നമുക്ക് തോന്നും. ഇതൊരു വണ്ടിയുടെ ഓണർ എന്ന് പറയുമ്പം, നമ്മളൊരു വോക്സ് വാഗൻ ഒരു ഓണർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വോക്സ് വാഗൻ ടൈഗറിൻ്റെ എഞ്ചിൻ റൂം നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കിയാൽ മതി. അതാണ് വളരെ മനോഹരമായിട്ട്, പെട്ടെന്ന് നോക്കിയൊന്നും മനസ്സിലാകത്തില്ല എങ്കിൽ പോലും അതിനൊരു അടുക്കും ചിട്ടയും ഭയങ്കര സൂപ്പറാണ്. നമ്മളിപ്പോൾ കാണുന്നത് 1 ലിറ്ററിൻ്റെ ടർബോ TSI എഞ്ചിനാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 115 PS ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 178 Nm ടോർക്ക് ഡെലിവറി ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1.5 ലിറ്ററും കൂടെ പെർഫോമൻസ് എഡിഷനിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 150 PS പവറും 250 Nm ടോർക്കുമാണ്. അതായത് ഇതിൻ്റെ നല്ല ഇരട്ടി ടോർക്കൊക്കെ ഉള്ളൊരു വാഹനമായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ കമ്പനി പറയുന്നത് 17.5 ആണ്. എനിക്ക് തോന്നുന്നു നോർമലി ഇവരുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവർ 19 പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പം എനിക്ക് തോന്നുന്നത് ഓൺ റോഡിലേക്ക് ഇതിനൊരു 16 അല്ലെങ്കിൽ 15 ആയിരിക്കും കിട്ടുക. ഒരു പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എൻ്റെ ഒരു അസംഷൻ അങ്ങനെയാണ്. സാധാരണ കമ്പനികൾ മൈലേജ് പറഞ്ഞാൽ അതിനേക്കാളും ഒരു ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവരെ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചപ്പോഴും 19 കിട്ടിയ കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്ന ആരാണെന്നും അത് കൊണ്ടുവന്നിരിക്കുന്ന ആരാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. ജിജോ പ്ലീസ്. ജിജോ നമസ്കാരം. നമസ്കാരം. ജിജോ, നമ്മുടെ ഷോറൂം ഏതാണ്? നമ്മുടെ EVM ആണ് അല്ലേ? കൊല്ലത്തുള്ള EVM എന്നാണ് ജിജോ വന്നിരിക്കുന്നത്. അപ്പം ജിജോ, നമ്മുടെ ഒരു പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമുക്ക് 14,999 നമുക്കിത് പ്രൈസിങ് എക്സ്ഷോറൂം പ്രൈസ് ആണ്. 14,99,000 രൂപയ്ക്കാണ് എക്സ്ഷോറൂം. അതായത് നമ്മൾ ഡൈനാമിക് റേഞ്ചിലെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. മാനുവലിൽ വരുന്നത് 14,99 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമിക്കലി നമ്മൾ സാധാരണക്കാരനെ കുറിച്ച്, കാരണം വോക്സ് വാഗൻ കൂടുതലും എല്ലാവരും കുറച്ചുകൂടി ഒരു പ്രീമിയം വാഹനമാണെന്ന് വിചാരിച്ചുകൊണ്ട് സാധാരണക്കാർ എടുക്കാനായിട്ട് മടിക്കുന്ന ഒരു വാഹനമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും 5 വേരിയൻസിൽ നിങ്ങൾ എക്കണോമിക് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് റൈസ് നോക്കുന്ന ഒരാൾക്ക് ഏത് വണ്ടിയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? നിങ്ങളുടെ ഏത് സെഗ്മെൻറ്റിലായിരിക്കും? നമുക്കത് കസ്റ്റമറുടെ ചോയ്സാണ്, നമുക്ക് എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. എന്നാലും എനിക്ക് തോന്നുന്നത് സർവീസ് പാക്കേജ് വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിലും ഈക്വലന്റ് തന്നെയാണ്. അതെ. എനിക്ക് വോക്സ് വാഗന്റെ കൂടുതൽ വാഹനങ്ങൾ നമ്മൾ സർവീസ് പാക്ക് എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭകരമായിട്ടുള്ള കാര്യം. ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രൈസ് ഹൈക്ക് വന്നാലും കസ്റ്റമേഴ്സിന് അത് എഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ എഫക്ട് ചെയ്യത്തില്ല. മെറ്റീരിയൽസിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ പോലും അത് 4 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രൈസ് വേരിയേഷൻ വന്നാലും പാക്കേജ് ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു ഇപ്പോൾ പോളോ, ഇപ്പോൾ നമുക്ക് അളവിൽ കുറച്ചാണ് വരുന്നത്. ടൈഗൂണിൻ്റെ ബുക്കിംഗ്സ് എങ്ങനെ പോകുന്നുണ്ട്? നമുക്ക് പോളോയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പം ടൈഗൂണിലോട്ട് കൺവേർട്ട് ആയി വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ. അപ്പം പോളോ ഉടനെ വരത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ലൈനിൽ പോളോയേക്കാളും വളരെ ലിമിറ്റഡ് നമ്പർ. പക്ഷേ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് എൻക്വയറി വരുന്നത് ടൈഗൂണിനാണ് എൻക്വയറി വരുന്നത്. അപ്പോൾ ജിജോ, നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ബ്രാക്കറ്റിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ വോക്സ് വാഗൻ്റെ ഒരു കേസിൽ വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു പേടിയാണ്. വോക്സ് വാഗൻ വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വില ഒന്നാമത് കൂടുതലാണെന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. അതേപോലെ തന്നെ സർവീസ് കോസ്റ്റിൻ്റെ പ്രശ്നവും 2 കാര്യങ്ങളാണ്. കാരണം സർവീസും കൂടുതലാവുന്നുള്ള ഒരു ജനസംസാരം പൊതുവേ ഉണ്ട്.
ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോക്സ് വാഗൺ തന്നെ സർവീസ് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ സർവീസ് വരുന്നതെന്ന് പറയുന്നത് ഒരു കിലോമീറ്ററിന് 37 പൈസ കിലോമീറ്ററിന് 37 പൈസ ആണ് ഒരു നമുക്കൊരു അതെങ്ങനെയാണ് നിങ്ങൾ ഡെറൈവ് ചെയ്യുന്നത്? സാധാരണ എല്ലാ വണ്ടിക്കും 1-2 രൂപയൊക്കെ വരുമ്പോൾ നമുക്കത് ഇപ്പം കസ്റ്റമർക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് പാക്കേജ് ആയിട്ട് നേരത്തെ തന്നെ അത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, കാര്യം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും എന്ന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കതൊരു പാക്കേജ് ആയിട്ട് വെഹിക്കിൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യാം. 4 വർഷത്തെ ഒരു പാക്കേജ് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏതോ ഒരു വേരിയന്റിനകത്ത് ആ പാക്കേജ് ഇൻക്ലൂഡഡ് ആണോ? അതെ, അതായത് ഹൈലൈൻ ഓട്ടോമാറ്റിക് വേരിയന്റിന് നമുക്ക് ആ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്താണ് വെഹിക്കിൾ കൊടുക്കുന്നത്. അപ്പം 60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷത്തേക്ക് വരെ നമുക്ക് വേറെ എക്സ്ട്രാ ഒരു പേയ്മെന്റും വരുന്നില്ല. ഓക്കെ, അപ്പം സാധാരണക്കാർക്കും സർവീസിന്റെ കാര്യത്തിലുള്ള പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ഓൾറെഡി വണ്ടി മേടിക്കുമ്പോൾ തന്നെ 4 വർഷത്തേക്കുള്ള കാര്യം നിങ്ങൾ മറന്നേക്കൂ എന്നുള്ളതാണ് വോക്സ് വാഗൺ പറയുന്നത്. അതുപോലെ തന്നെ പ്രൈസിങ് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ്. അതാണ് നമുക്കറിയേണ്ടത്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും 10.99 തൊട്ടാണ് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 10,99,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. ഇപ്പോഴത്തെ ഏത് SUV വാഹനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴും ഏകദേശം സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വാഹനങ്ങളോടും ഉള്ള ഒരു കോമ്പറ്റബിൾ പ്രൈസസിലേക്കാണ് ടൈഗൺ വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പം 17,99 ആണ് നമുക്ക് 17,99,000 രൂപയാണ് നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കംഫർട്ട് ലൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയൻസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർക്കും മേടിക്കാം. സർവീസും കറക്റ്റാണ്. എല്ലാം വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്കും പ്രീമിയം സെഗ്മെൻറ്റുള്ളൊരു വാഹനം വാങ്ങിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനങ്ങൾ ഒരു 12 ലക്ഷം 13 ലക്ഷം റേഞ്ചിലുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫോക്സ് വാഗൺ വാങ്ങിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. റോബ് ഷോയിൽ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നുണ്ട്. പുതിയൊരു വെഹിക്കിൾ വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കണ്ടുമുട്ടാം. ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് ഷോ.